ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണ ഇത്തവണയും തനിക്കുണ്ടാകുമെന്ന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. തൻ്റെയും ഡീൻ കുര്യാക്കോസിൻ്റെയും പ്രവർത്തനങ്ങൾ ജനം വിലയിരുത്തട്ടെ എന്നും ജോയ്സ് ജോർജ് 24നോട് പറഞ്ഞു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജാണ് 24നോടൊപ്പം ചേരുന്നത്. ഇടുക്കിയിൽ 3ാം അംഗത്തിനിറങ്ങുകയാണ്. എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? ഈ തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണ്. 2014 മുതൽ 19 വരെ പാർലമെന്റ് അംഗമെന്ന നിലയിൽ വ്യക്തിപരമായി ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്, അത് വിലയിരുത്തപ്പെടും. അതോടൊപ്പം തന്നെ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ LDFിൻ്റെ പ്രാധാന്യം ജനങ്ങളാകെ തിരിച്ചറിയുന്നുണ്ട്. കേന്ദ്രത്തിൽ LDFിൻ്റെ നേതൃത്വത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയും അത് BJPക്കെതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക്, ഇന്ത്യയുടെ ജനാധിപത്യത്തിനൊക്കെ കാവലാളായി നിൽക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അനുകൂലമായി തന്നെ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തുണ്ടാകും, വിജയിക്കും. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ചർച്ചയാവുക? ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ മതനിരപേക്ഷതയ്ക്കെതിരായുള്ള നിലപാടുകൾ, ജനാധിപത്യ ധ്വംസന പ്രവർത്തനങ്ങൾ, ദളിതരും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ നവസാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി നമ്മളുടെ കാർഷിക മേഖല നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേകതയായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ, ഇപ്പോൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ജനങ്ങളോട് വല്ലാത്ത രീതിയിൽ ജനങ്ങളുടെ മേൽ അതിക്രമം കഴിക്കുന്ന അധികാര സംവിധാനങ്ങളുടെ ഇടപെടലുകൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മളുടെ പരിസ്ഥിതിയും ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിഷയങ്ങൾ.